ഹായ് ഹലോ. ഇന്ന് തിരുവോണമായിക്കൊണ്ട് രാവിലെ ഇത്ര ലേറ്റായിട്ട് എണീച്ചേട്ടോ. നേരത്തെ എണീച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ മക്കളുണ്ടായ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളെ കൂടാതെ എൻ്റെ ജീവിതത്തിലൊരു ഓണം കടന്നു പോകുന്നത് കേട്ടോ. നെഞ്ചത്തെന്തോ ഒരു ഭാരം പോലെ രാവിലെ തൊട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഉണർന്ന് കിടന്നിട്ടും കുറേ സമയം അങ്ങനെ കിടന്നു. അങ്ങനെയാണ് റൂമിലുള്ള കുട്ടികൾ പറഞ്ഞത് അവർ അമ്പലത്തിൽ പോകുന്നുണ്ട്, ചേച്ചിയും കൂടെ വായു പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എണീച്ച് കുളിച്ചു. അപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ കുറച്ച് അലക്കിയത് കിടപ്പുണ്ടായിരുന്നു. ഞാനത് അതെല്ലാം എടുത്ത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഒന്ന് മടക്കി വെച്ചു. അപ്പോഴത്തേക്കും അവർ റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇവിടങ്ങളിൽ അമ്പലം നേരം വെളുത്ത തൊട്ട് രാത്രി വരെ തുറന്ന് വെച്ചേക്കും. ഫുൾ ടൈം അടയ്ക്കുകയില്ല കേട്ടോ, ആ ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ഇവർ അടുത്തൊരു അമ്പലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പോയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഇപ്രാവശ്യം അവർ പറഞ്ഞു ചേച്ചി ഇങ്ങനെ വായു നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു മനസ്സും ഒട്ടും ശരിയല്ല, എന്തോ ഒരു ഭാരം കണക്കിന്, കരയാനായിട്ട് കണ്ണുനീരും വരുന്നില്ല, അങ്ങനത്തെ ഒരുതരം അവസ്ഥയില്ലേ, ആ ഒരുതരം അവസ്ഥയിലാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ പോയേക്കാം വിചാരിച്ചു. അങ്ങനെ ഈ കഴിയിട്ടിരുന്ന തുണിയെല്ലാം കൂടെ മടക്കി. ഇവിടെ മഴയായ കാരണം തുണി ഉണങ്ങാനൊക്കെ ഭയങ്കര താമസമാണ്. അപ്പോൾ ഇന്ന് കഴിക്കാൻ രാവിലെ ഉപ്പുമാവും പരിപ്പും ചായയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് ഒരുങ്ങാൻ ഒരുപാട് സമയം വേണം കേട്ടോ. ഞാനൊക്കെ ശറാപറാന്ന് ഒരുങ്ങും. എന്തോ ടൈം എടുത്ത് ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. പണ്ടും ഞാൻ അങ്ങനെ ടൈം എടുത്ത് ഒരുങ്ങാറില്ല, പക്ഷേ കുറച്ച് ടൈം എടുത്തൊക്കെ ഒരുങ്ങണം എന്നുള്ളതാണ് ഒരു നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം നമുക്ക് ചായയ്ക്ക് അതിന് ഇച്ചിരി മധുരം കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിനൂടെ ഉപ്പുമാവിൻ്റെ കൂടെ ഉപ്പുമാവ് താഴ്ത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ചായ വേണം. അപ്പോൾ ചായയും കൂടെ കൂട്ടി ഞാനങ്ങനെ കഴിച്ചു. ആദ്യമായിട്ടാണ് ഈ ഓണത്തിൻ്റെ രാവിലെ ഉപ്പുമാവൊക്കെ കഴിക്കുന്നത്. ഞാൻ മിക്കവാറും ദോശയോ ഇഡ്ഡലിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സാധാരണ കഴിക്കാറുള്ളത് തിരുവോണത്തിന്. അങ്ങനെ അതിനെ ആ കൂട്ടത്തിൽ ഒരു കുളരാത്രി കപ്പലണ്ടി ഉണ്ടായിരുന്നു. ആ കപ്പലണ്ടി ഞാൻ ഒന്ന് കടിച്ചു കേട്ടോ. അപ്പോൾ ആ കടിച്ചതിൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനാണ് നിങ്ങൾ ആ കണ്ടത്. അങ്ങനെ വീട്ടിലോട്ട് വിളിച്ച് ചെക്കന്മാരൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുന്നത് നമുക്ക് പറയുന്നത് കേട്ടോ. അവർ പുത്തനുടുപ്പൊക്കെ ഇട്ട്, എനിക്ക് പുത്തനൊന്നും ഇല്ല, ഇതെൻ്റെ പഴയ ഡ്രസ്സാട്ടോ. ഇവിടെ എന്താ പുത്തൻ, ഇവിടെ പുത്തൻ ഉണ്ടായാലും എന്ത്, പുത്തൻ ഇല്ലെങ്കിൽ എന്ത്. ഈദായതുകൊണ്ട് മാത്രമാണ് ഇന്ന് തിരുവോണത്തിനൊന്ന് ലീവായത്. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഇന്ന് നമുക്ക് സ്കൂളിൽ പോകേണ്ടി വന്നേനെ. അങ്ങനെ ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റെഡി ആയപ്പോഴത്തേക്ക് അവരോട് ഓരോ കഥകൾ പറയണം കേട്ടോ. ഫുൾ ടൈം ഇവിടെ ഇരിക്കുമ്പോൾ ഒന്നും ഓർക്കത്തില്ല, നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കൊരു 100 സംശയങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ പ്രായവും ഏജും ഒക്കെ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കുറേ കാര്യങ്ങളൊക്കെ തട്ടിവിടും. അപ്പോൾ അവരതൊക്കെ കേട്ടിങ്ങനെ വായം പൊളിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം വരും. അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരുടെ വിചാരം ഞാനെൻ്റെ വലിയ മെച്യൂരിറ്റി ചേച്ചി എന്നല്ലേ. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങളും ലൈഫ് എക്സ്പീരിയൻസുകളും ഞാനൊക്കെ എങ്ങനെ അവരോട് എപ്പോഴും ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്ന് പോകുന്നത് എങ്ങനെ അറിയത്തില്ല. അതായത് ചിന്തിച്ചിരിക്കാനും വിഷമിച്ചിരിക്കാനും സമയമില്ലെന്നർത്ഥം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കൈയും കാലിലൊക്കെ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ തേച്ച് ഒന്ന് പറപ്പിറക്കിയിട്ട് നല്ല റെഡിപൊളിയായി. മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടുണ്ട്. മുടി കുറേ നാളുകളായി അന്ന് അഴിച്ചിട്ടുണ്ട്. മുടി എപ്പോഴും പുട്ടപ്പ് കെട്ടി മുടിക്ക് പോലും ഒരു ഇതില്ലാതായി പോയി. ഇതെങ്ങനെ താഴോട്ട് നിന്ന് കിടക്കാമെന്ന് അതിന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പണ്ടാണെങ്കിൽ പൊക്കി കെട്ടുന്നതേ മാത്രം ഇഷ്ടമുള്ള ഞാൻ നിർബന്ധിച്ച് പൊക്കി കെട്ടിക്കുമ്പോൾ പിന്നെ അഴിച്ചിടാനുള്ള ത്വര ഇങ്ങനെ മനസ്സിൽ വരും. എന്തൊക്കെയല്ലേ മനുഷ്യൻ്റെ അവസ്ഥകൾ. അങ്ങനെ പുറത്ത് പോയി സാധാരണ ഷോൾട്ടാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. കാരണം ഇവിടെ എല്ലാവരും തലയും മുഖവും എല്ലാം മൂടിയാണ് നടക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇവരുടെ ഒരു കസ്റ്റമിൻ്റെ രീതി, അവരുടെ കസ്റ്റമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കസ്റ്റമല്ല, ഒരു കിണ്ടിയുമല്ല. ഇവിടുത്തെ പൊടി തിന്നാൻ വയ്യാത്തതിന് മനുഷ്യൻ ഇങ്ങനെ മുഖം മൂടി മറച്ച് നടക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പം മഴയായതുകൊണ്ട് മൊത്തവും ചള്ളയും കൂടിയാണ്. ഈ പൊടിയെല്ലാം കൂടെ പോകുന്നതും ചള്ളയും കൂടെ വരുന്നതാണ്. ഇതെങ്ങനെയാണ് വരുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ എന്തായാലും ഇന്ന് മുഖം മറക്കാൻ ഷോളൊന്നും എടുത്തിട്ടില്ല കണ്ടോ. പശു ഇവർക്ക് ദൈവമാണ്, പശുവിനെ ഇവർ തൊടാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഈ വഴി കിടക്കുന്ന സകല പ്ലാസ്റ്റിക്കുകളും ഈ പശുവാണ് തിന്നു തീർക്കുന്നത് കേട്ടോ. അമ്പലത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുർഘടമായിരുന്നു. മുഴുവൻ ചള്ളയും വെള്ളവും അഴുക്കും നിറഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ തെന്നി വീഴാതെ ബലം പിടിച്ച് ബാലൻസ് ചെയ്തൊക്കെ വേണമായിരുന്നു ഈ ചള്ളയെ കൂടെ നടന്നു വരാനായിട്ട്. അമ്പലം ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലായിരുന്നു കേട്ടോ. അതായത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരുന്നു കേട്ടോ. നമ്മുടെ തിരുപ്പതി ഭഗവാൻ ഇല്ലേ, വെങ്കിടാചലപതി, ആ ഒരു പ്രതിഷ്ഠയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഗോവിന്ദസ്വാമി ക്ഷേത്രം എന്നാണ് ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഐഡിയ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ചന്ദനമൊക്കെ തൊട്ടു. അവിടുന്ന് തന്ന പ്രസാദമാണ് ഇത്. ഒരു കൊച്ചു പയ്യനാണ് അവിടുത്തെ പൂജാരിയായിട്ട് നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ. വീഡിയോ ഒക്കെ എടുക്കാവോ ഫോട്ടോ എടുക്കാവോ എന്നൊക്കെ ഞങ്ങൾക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ആൻറ്റി വന്ന് നിന്ന ആൻറ്റി ഭയങ്കര ഫോട്ടോ എടുപ്പ് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ടൊരു അമ്പലത്തിൽ പോകുമ്പം ആ അമ്പലത്തിൽ ഇതിൻ്റെ മകുടം കണ്ടോ, ഇതിൻ്റെ മകുടം നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ പോലത്തെ ഈ ഒരു കൊത്തുപണി സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് നമ്മളുടെ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്നൊരു വിശ്വാസമുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ്. അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച ദൈവമേ, ഈ ദൈവത്തിന് ഹിന്ദി മാത്രമേ അറിയത്തുള്ളെങ്കിൽ നമ്മൾ പറഞ്ഞ മലയാളം വല്ലോ ദൈവത്തിന് മനസ്സിലായി കാണുമോ, കാരണം ഇവിടെ ഫുൾ ടൈം പുള്ളി ഹിന്ദിയല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് നിറയെ ബോൾസം പൂത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ചാണകമാണോ അതോ ഇവിടുത്തെ പൊടിയാണോ ഈ ബോൾസത്തിന് വളമാകുന്നത് എനിക്കൊരു പിടിയില്ല. എന്തായാലും വഴിവാക്കി നിറയെ ഇങ്ങനെ ബോൾസം പൂത്ത് നിൽക്കുമായിരുന്നു കേട്ടോ.
അങ്ങനെ തിരിച്ച് ഉള്ള പൊടി കണ്ടോ, പൊടി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, മനുഷ്യരെ തോരം പൊടിയാണ് തിന്ന് തീർക്കുന്നതെന്ന് ഒറ്റപ്പിടിയില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് കോൺവെൻറ്റിൽ എത്തിയപ്പോഴത്തേക്കും സിസ്റ്റർമാർ ഒരു ചെറിയ സദ്യയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ ഒരു തിരുവോണം അങ്ങനെ പോയി, അത്രയേ ഉള്ളൂ.